അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു വെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3:30 ആയപ്പോൾ കിച്ചണിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരി, അതേപോലെ ബീഫ് കറിയും പിന്നെ സമൂസയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ വെച്ചേക്കിന്. പിന്നെ രാവിലെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ നോമ്പായതുകൊണ്ട്. എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ. നമ്മളെ ഐഫക്കുട്ടിക്ക് വരെ നോമ്പുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ കിച്ചണിക്ക് വരാനേ തോന്നിയിട്ടില്ല. അപ്പോൾ ബീഫൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ വെച്ചേക്കേനി കേട്ടോ. അത് പിന്നെ കട്ട് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല ഇനി. പിന്നെ ഒരു 3:30 ആയപ്പോഴാണ് കിച്ചണിൽ വന്നത്. കിച്ചണിൽ വന്നപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഫോൺ ചെയ്തിട്ടുണ്ടേനി. അങ്ങനെ കുറച്ച് നേരം ഫോൺ ചെയ്ത് ഓരോട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെയാണ് കേട്ടോ ബീഫൊക്കെ കട്ട് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സമയം ഒരുപാടായി. അപ്പോൾ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബീഫ് ഞാൻ സാധാരണ പിന്നെ ചിരവൻ്റെ ഇടയിൽ കത്തി വെച്ചിട്ട് ആ സ്ക്രൂ വെച്ചിട്ട് അങ്ങനെ പിന്നെ മുറുക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ബീഫ് കട്ട് ചെയ്യൽ. അപ്പോൾ നമ്മൾ നോമ്പ് മണിയൊക്കെ എടുത്തപ്പം ആ സ്ക്രൂ എങ്ങനെയാണ് ആവാതെ പൊയ്ക്കണം കേട്ടോ. അത് കാണാനല്ലേ കുറേ തിരഞ്ഞു നോക്കി. മക്കളൊക്കെ ഉണ്ടായിന് നോമ്പ് മണി എടുക്കാനും. അപ്പോൾ എവിടെ പോയതറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നമ്മളെ കിച്ചണത്തെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് കത്തിമ്മൽ പിന്നെ ആണ് കേട്ടോ ഒരു ചിരട്ടയൊക്കെ വെച്ച് അതിന്മേൽ കത്തിയൊക്കെ വെച്ചുകൊണ്ടാണ് ബീഫ് കട്ട് ചെയ്തത്. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്ലഡും കാര്യങ്ങളൊക്കെ പോകണമല്ലോ, അപ്പോൾ കുറച്ച് നേരം പിടിക്കൂലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം പിന്നെ അതിലേക്കുള്ള സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതായത് 1 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ അത്ര നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ ബീഫൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ പിന്നെ അങ്ങാടിയിൽ പോയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് വാങ്ങിയാൽ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. 1 കിലോ ബീഫൊക്കെ വാങ്ങിയാൽ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ പിന്നെ കുറേശ്ശെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഓരോ പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇനി നാളെയും മറ്റന്നാളെയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ എപ്പോഴും നമുക്ക് പോയിട്ട് വാങ്ങിക്കും വേണ്ട. പിന്നെ ഈ ഒരു ബീഫും ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ പത്തിരിക്കൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കുറച്ചാണെങ്കിലും അത് വെച്ചിട്ട് കറി വെച്ചാൽ കുട്ടികൾക്കൊക്കെ അതൊരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറേശ്ശെ എടുത്തിട്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്കിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ ചട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിലേക്കുള്ള സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയും ഒക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനി. പിന്നെ അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സവാളയും ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകൊക്കെയാണ് ഇട്ട് എടുത്തിനത്. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് അപ്പം ചേർക്കില്ല. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർത്താൽ ബീഫൊക്കെ വെന്ത് വരുമ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് ആകെ വെന്തുടഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ബീഫൊക്കെ വേവാനാവുമ്പോൾ അപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ നമ്മൾ പിന്നെ കുറച്ച് മുന്നേ റിവ്യൂ ചെയ്തിരുന്നല്ലേ ഈ ഷെഫ്നീസിൻ്റെ ഇറച്ചി മസാലേൻ്റെയൊക്കെ. ആ ഒരു ഇറച്ചി മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇട്ടുകൊണ്ട് നമ്മൾ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ അത് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് എടുക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അളവും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ. പിന്നെ കറി കുറച്ച് അത്യാവശ്യം ഉണ്ടാക്കും. കാരണം കുട്ടികൾക്കൊക്കെ പത്തിരി തന്നെയാണ് കേട്ടോ വേണ്ടത് പെലച്ചക്കും. ഞാൻ മാത്രമേ ചോറ് കഴിക്കുള്ളൂ. ഞാനും ചിലപ്പം ചിഞ്ചുമോളും ചോറ് കഴിക്കും. അല്ലാത്തവർക്കൊക്കെ ഇതേപോലെ പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയോ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ചായൻ്റെ കടിയാണ് ഓരൊക്കെ പെരച്ചക്ക് കഴിക്കുക. എനിക്ക് ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഗതികേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറുണ്ടാക്കും. പിന്നെ അതേപോലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഞ്ഞിയും കുടിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ചോറ് വെക്കണം. പിന്നെ ചോറിൻ്റെ കറി എന്താ ഉണ്ടാക്കുക വെച്ചാൽ വെളിച്ചക്ക് അല്ലെങ്കിൽ തക്കാളി താളിക്കുക അല്ലെങ്കിൽ പപ്പടം താളിക്കുക അല്ലെങ്കിൽ മുരിങ്ങ താളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു താളിപ്പും പപ്പടം പിന്നെ ഈ ഒരു ബീഫ് കറി തന്നെയാണ് കേട്ടോ പിന്നെ ഉണ്ടാവുക. അപ്പോൾ ബീഫ് കറി ഞാൻ കൂട്ടിയിട്ടില്ലെങ്കിലും അതിൽ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ 2 കഷ്ണമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചോറ് കഴിക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ കറിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ഇത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് അടുപ്പത്തായതുകൊണ്ട് ബീഫ് വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പത്തിരിപ്പണിയൊക്കെ വേഗം ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്ത് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് പുറത്തേക്ക് അടുപ്പത്തേക്ക് വരാൻ വയ്ക്കില്ല കേട്ടോ. നല്ല വെയിലാണ്. ഞാൻ ഷീറ്റൊന്നും കെട്ടാത്തതുകൊണ്ട് ആ വെയിലും കൂടിയും കൊണ്ടാൽ പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ കുറച്ച്
ക്ലിയറായി ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വെയിലുണ്ടാൽ അതിലേറെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വെയിലൊക്കെ ആറിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കിച്ചണിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മളെ ചിഞ്ചുമോള് പിന്നെ പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് അടിക്കുന്നുണ്ട്. പൈനാപ്പിൾ ഇതാ പിന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോള്. പിന്നെ ഇപ്പോൾ ജ്യൂസും വെള്ളമൊക്കെ തന്നെയാണല്ലേ വേണ്ടത്. മക്കൾക്കൊക്കെ ജ്യൂസാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഒരു പൈനാപ്പിളും മുഴുവനായിട്ട് എടുത്തിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ ഓൾ നോക്കുന്നുണ്ട്. പിന്നെ ബത്തക്കൊക്കെ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ കുട്ടികളൊക്കെ തിന്നണമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മളെ ബാബുക്കാക്ക് കൂടെ ഉണ്ടെങ്കിൽ പത്തിരി എത്ര ഉണ്ടാക്കിയാലും ബാക്കിയാവില്ല കേട്ടോ. പത്തിരി നല്ലോണം കഴിക്കും. നോമ്പ് തുറക്കുമ്പോഴും കഴിക്കും, അതേപോലെ പെലച്ചക്കും കഴിക്കും. ചിലപ്പോൾ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പത്തിരി ഉണ്ടടി വെച്ചാണ്ട് അപ്പോഴും പത്തിരി കഴിക്കും. അപ്പോൾ കുറേ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ 3 കപ്പാണ് പൊടി എടുത്തിരുന്നത്. പിന്നെ പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ ഞാൻ പറയലില്ലേ, എപ്പോഴും കുറച്ച് വെള്ളം ഞാനിന്ന് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ടാണ് പൊടി ഇട്ട് കൊടുക്കൽ. അതേപോലെ നല്ലോണം തിളച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാൻ. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും കേട്ടോ, അതിൽ കടന്നിട്ട് ഒന്നോണം സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മളെ പത്തിരി ഷീറ്റൊക്കെ വിരിച്ചാണ്ട് പിന്നെ പത്തിരിപ്പൊടിയൊക്കെ ഇതിൽ ഇട്ട് കൊടുത്താണ്ട്, പത്തിരിപ്പൊടിയല്ല പത്തിരിമാവൊക്കെ ഇതിൽ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യുമ്മേ പച്ചവെള്ളം ആക്കിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ആ കുറച്ച് ചൂടൊക്കെ പോകും കേട്ടോ. പിന്നെ ചൂടോടൊക്കെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ പത്തിരിമാവ്. പിന്നെ കുറേ സമയം അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചൂടാറി കഴിഞ്ഞാൽ കുറേ നേരം കുഴക്കണം. അങ്ങനെ പിന്നെ അതൊക്കെ ബോൾസൊക്കെ ആക്കി വെച്ചു. പിന്നെ നമുക്ക് കറിക്കുള്ള തേങ്ങ മഞ്ജുമോൾ ചിരകി തന്നിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ. അതിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് പത്തിരി പരത്തും ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കും. പിന്നെ 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കും. പിന്നെ അതാ തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ അവിടെ വെക്കലുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ പച്ച തേങ്ങ ആയിട്ട് അങ്ങനെ അരക്കാനാണ്. അങ്ങനെ ആകുമ്പം കറി നല്ല കുറുകിയിട്ടേ കാരം. ഒക്കെ വറുത്തുകൊണ്ട് അരക്കുമ്പം കറിക്ക് എന്താ പറയുക, ഒരു കുറുകലുണ്ടാവില്ല. എനിക്കങ്ങനെ തോന്നൽ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. പിന്നെ അതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വാടി വന്നിട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഇറച്ചി മസാലയും അതേപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട. നമ്മൾ പിന്നെ ഇറച്ചി അടുപ്പത്ത് വെച്ചപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കുമ്പോൾ കറിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ തേങ്ങയൊക്കെ വറുക്കാൻ ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മളെ പിന്നെ ബീഫൊക്കെ വെന്തിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബീഫൊക്കെ വെന്തിട്ടുണ്ടേനി. ബീഫ് വെന്തിട്ട് ഞാൻ നല്ലോണം വെന്തിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വേവാണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 4-5 പീസ് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് സമൂസ ഉണ്ടാക്കണം. സമൂസ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഫില്ലിങ് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 കഷ്ണം ബീഫോ ചിക്കനൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കാരം. അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങും അതേപോലെ ബീഫൊന്നും കൂടെ ഒക്കെ വേവാണ്ട് പറഞ്ഞല്ലോ, അതും ഒന്ന് വേവട്ടെ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടുള്ള വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പത്തിരി പ്രസ്സിലിട്ടിട്ട് മഞ്ജുമോൾ പത്തിരി ഇങ്ങനെ ചെറുതാക്കിയിട്ട് പരത്തി തന്നിട്ടുണ്ട്. ഇനി ഞാൻ കുഴൽ വെച്ചിട്ട് വേഗം പരത്തിയെടുക്കുകയാണ് കേട്ടോ പത്തിരി. പിന്നെ ഞങ്ങളോട് പറയലില്ലേ, നമ്മൾ ഒരു പിന്നെ പണി കഴിഞ്ഞിട്ട് വേറൊരു പണി എടുക്കാൻ നിന്നാൽ നമുക്ക് ടൈം എങ്ങനെ പോകണമെന്ന് അറിയില്ല. നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ പണികളൊക്കെ തീരും കേട്ടോ. അതേപോലെ തന്നെ കുഴക്കാണ് ക്ഷീണമാണെന്ന് പറഞ്ഞ് നിൽക്കാതെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എല്ലാ ജോലികളും ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് പിന്നെ നല്ലൊരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കണം, ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണികൾ തീരെ ചെയ്യൂല. നമ്മളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മക്കളും ഉണ്ടിട്ട് എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്നതിൻ്റെ അടിയിൽ പിന്നെ നമ്മൾ തേങ്ങ വറുക്കാൻ വെച്ചിരുന്നല്ലോ, അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തീ ചെറിയ തീയിലിടണം. പിന്നെ ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ കുറഞ്ഞ തീയിലാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കളോട് ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ തേങ്ങയൊക്കെ വറവായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിന്നെ ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് പിന്നെ ആ ഒരു പാൻ തന്നെ വേഗം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് 2 സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ പത്തിരി പരത്തുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. പത്തിരി പരത്തൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മഞ്ജുമോൾ കണ്ടില്ലേ, പത്തിരി പ്രസ്സിലിട്ട് അമർത്തി തന്നെ നിങ്ങൾ കാണുന്നില്ലേ.
അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പത്തിരി പരത്താനൊക്കെ. അപ്പോൾ ഞാൻ സവാളയൊക്കെ വേഗം വാട്ടാൻ വെച്ചിട്ടേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സവാള ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാല ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ സമൂസക്കൊക്കെ ഒരു കുത്തലേക്കാരം ആ മസാലൻ്റെ കുത്തലുണ്ടാവും കേട്ടോ. അപ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും തോന്നില്ല. അപ്പോൾ എപ്പോഴും ഫില്ലിങ് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണം, അപ്പോഴുള്ളൂ സമൂസയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഇതിലത്തെ മസാലപ്പൊടികളൊക്കെ ആ പച്ചമണമൊക്കെ മാറി വന്ന് സവാളയൊക്കെ നല്ല രീതിയിൽ പിന്നെ വഴന്ന് വന്നപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ എടുത്ത് വെച്ചിനല്ലോ ബീഫ്, അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ ചിഞ്ചുമ്പോളാണ് ചെയ്തത്. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പത്തിരി പരത്തലും അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമൂസ ഒന്ന് പിന്നെ ചുറ്റിയെടുക്കണം. അപ്പോഴത്തേന് കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, ബീഫും ഒക്കെ വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിനല്ലോ, അപ്പോൾ വേഗം തേങ്ങയൊക്കെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അപ്പോൾ നമ്മൾ വറുത്തരച്ച ബീഫ് കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനിപ്പോൾ തിളച്ച് വന്നാൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ടൊന്ന് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി റെഡിയാവും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം സമൂസ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. സമൂസൻ്റെ ഓല വാങ്ങിക്കുമ്പം നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. ചില ഓല വാങ്ങിക്കുമ്പം പിന്നെ എന്താ പറയുക, ഇതുമ്പോൾ ഇങ്ങനെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും, പുറത്തൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് 90 രൂപേൻ്റെ ഓലയാണ് കേട്ടോ. അതിന് എത്രയോ 80 70 ഒക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ ഇതേപോലെ നല്ല ഓല നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക. അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ സമൂസ ചുറ്റിയെടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതേപോലെ ആവൂല എല്ലാവരും ചുറ്റിയെടുക്കലൊന്നും. ഒക്കെ അവനക്ക് എങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക എളുപ്പം എന്ന് വെച്ചാൽ അതേപോലെയല്ലേ നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ അതിൻ്റെ നടുക്ക് പിന്നെ എന്താ പറയുക ഓയിൽ ഉള്ളിലേക്ക് കയറാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മൈദ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കലുണ്ട്. ചിലർ ആ തുമ്പത്ത് മാത്രമേ പിന്നെ മൈദ ചേർത്ത് കൊടുക്കുള്ളൂ. ഞാൻ അതിൻ്റെ ആ ഇടയിലൊക്കെ മൈദ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണയൊന്നും കയറി പോവില്ല. അങ്ങനെ സമൂസയൊക്കെ വേഗം ഞാൻ ചുറ്റിയെടുത്തിട്ടോ. പിന്നെ നമ്മളെ കറിയൊക്കെ തിളച്ച അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് പിന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മതി, അപ്പം ചെറിയ കലം തന്നെയാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി കറി തൂമിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ സമൂസ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളെ മഞ്ജുമോള് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പച്ചിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ജുവിനാണെങ്കിലും ചിഞ്ചുവിനാണെങ്കിലൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കിച്ചണിക്ക് ഇറങ്ങിപ്പോരല്ലേ. ഇപ്പച്ചി ഉണ്ടാവും അതേപോലെ, അങ്ങനെ എല്ലാവരും കൂടിയാണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പച്ചി ഉണ്ടാകുമ്പോൾ 2 കൂട്ടം എണ്ണക്കടികളൊക്കെ വേണം കേട്ടോ. അതുണ്ടാക്കി ഇതുണ്ടാക്കി അറിഞ്ഞാണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിച്ചു. ഞങ്ങളിപ്പോൾ ഇന്ന് സമൂസ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ എല്ലാവർക്കും ജ്യൂസാണ് കേട്ടോ അപ്പോൾ വേണ്ടത്. അപ്പോൾ ജ്യൂസ് കുറച്ച് അധികം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സമൂസ ഇതേപോലെ കുറച്ച് പരന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സമൂസ ഫ്രൈ ചെയ്യുന്ന പണിയൊക്കെ തീരും. ഒരു 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ ചെറിയ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 2 ഒക്കെ ഒരു ട്രിപ്പിൽ പോവുള്ളൂ. പിന്നെ നോമ്പാകുമ്പോൾ ഈ ഒരു സമയം തന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് കുക്കിങ്. പെലച്ചക്ക് ഉള്ളതും നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കും. പിന്നെ വൈകുന്നേരം നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇശാ ബാങ്ക് കൊടുത്ത അപ്പം നമ്മൾ ഇവിടെ അടുത്ത ഒരു വീട്ടിലേക്ക് പോകലാണ് കേട്ടോ തറാവീഹ് നിസ്കരിക്കാൻ. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങനെ തറാവീഹ് നിസ്കരിക്കലാണ് കേട്ടോ ഒരു വീട്ടിൽ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി വേഗം കറി ഒന്ന് പിന്നെ തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ പാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനൊക്കെ ചൂടായിട്ടുണ്ടായിന്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കറിക്ക്. ഇനിയിപ്പോൾ നാളെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ കുട്ടികൾ നോമ്പോൽക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അവർക്ക് പിന്നെ അപ്പത്തേക്കൊക്കെ കറിയൊക്കെ കൊടുക്കുകയാണെങ്കിലും കറി കേടൊന്നും വരില്ല. പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് നോമ്പുണ്ട് കേട്ടോ. ഐഫക്കുട്ടി കുറേ നേരമായിക്കണ് ബാങ്ക് കൊടുക്കാനായില്ലേ മെച്ചിയെ ബാങ്ക് കൊടുക്കാനായില്ലേ ചോദിക്കണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഉച്ചക്ക് കുഴങ്ങാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങി തിന്നോണ്ടി എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിന് കേട്ടോ ബാഗിൽ. പക്ഷേ ആൾ തിന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതാ പിന്നെ സ്കൂളിട്ട് വന്നാണ്ട് ആകെ കുഴങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ വേഗം ഒന്ന് കുളിച്ചൊക്കെ ചെയ്ത് ഉള്ള സോപ്പ് മുഴുവൻ തലയിൽ കൂടെ തേച്ചിക്കണം. അതുകൊണ്ടാണ് കേട്ടോ മുടിയൊക്കെ പാറി കിടക്കണത്. അപ്പോൾ ബാങ്ക് കേട്ടപ്പോൾ തന്നെ വേഗം നോമ്പ് തുറക്കണമുണ്ട് കേട്ടോ ഐഫക്കുട്ടി റിച്ചൊക്കെ. ഇപ്പോൾ ചൂടല്ലല്ലേ കുട്ടികളെ പറയാനും വയ്യ. ഇപ്പോൾ ഇന്ന് ഞാൻ നോൽപ്പിച്ചിട്ടില്ല കേട്ടോ നോമ്പ് ഐഫക്കുട്ടിനെ. മറ്റവരൊക്കെ നോമ്പ് നോറ്റിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഫസ്റ്റത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു.
പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പത്തിരിയും ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.